ഷാലറ്റ് BBSന്റെ രണ്ടാമത്തെ ദിവസത്തെ തീം നമ്മെ തികഞ്ഞവരാക്കുന്ന ദൈവം എന്നുള്ളതാണ്. അപൂർണരായ, തികവില്ലാത്ത, നിഷ്കളങ്കതയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത നമ്മെ പരിപൂർണതയിലേക്ക്, തികവിലേക്ക്, വിശുദ്ധിയിലേക്ക്, കളങ്കമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളവനാണ്, മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം. ഈ ഒരു തീമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ആർട്ട് ഓഫ് ഇൻപെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കലയെക്കുറിച്ചിട്ടാണ്. കിൻസുഗി എന്നാണ് ഇത് അറിയപ്പെടുക. നമ്മുടെ വീട്ടിലെ ഒരു പളുങ്ക് പാത്രം, ഒരു കളിമൺ പാത്രം ഇങ്ങനെ പൊട്ടിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഉപയോഗമില്ലാത്ത, ഒരു വിലയുമില്ലാത്ത, ഒരു പെർഫെക്ഷനും തികവും ഇല്ലാത്ത ഈ ഒരു പാത്രത്തെ നമ്മൾ കൊണ്ടുപോയിട്ട് ആരും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുക ചെയ്യുക. പക്ഷേ ഈ കിൻസുഗി ആർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉപേക്ഷിച്ച ഉപയോഗശൂന്യമായ, ഒരു വിലയുമില്ലാത്ത ഇതുപോലുള്ള പാത്രങ്ങളുടെ കഷ്ണങ്ങളെ പെറുക്കിയെടുത്ത് അവരുടെ ആ പണിപ്പുരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേകമായ പശയിൽ സ്വർണത്തിൻ്റെ പൊടിയോ വെള്ളിയുടെ പൊടിയോ കലർത്തി ആ പശ വെച്ച് ഇതിനെ വീണ്ടും എന്ത് ചെയ്യും? ഒട്ടിച്ച് ചേർക്കും. ഒരു വിലയുമില്ലാത്ത ഉപയോഗശൂന്യമായ പാത്രത്തെ ഒട്ടിച്ച് ചേർത്തതിന് ശേഷം അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു ആർട്ടായിട്ടത് മാറും. സത്യത്തിൽ ആ ഒരു പാത്രം, അതിൻ്റെ വില ഒരുപക്ഷെ 100 രൂപയോ 200 രൂപയോ ഒക്കെ ആയിരുന്നിരിക്കും. പിന്നെ അത് പൊട്ടിത്തകർന്ന് ഉപയോഗശൂന്യം ആയിട്ട് തീർന്നു. എന്നാൽ ഇവർ പെറുക്കിയെടുത്ത് ഇതിനെ ആർട്ടാക്കി മാറ്റുമ്പോൾ, കിൻസുഗി ആർട്ടാക്കി മാറ്റുമ്പോൾ പിന്നെ ഇതിൻ്റെ വില ലക്ഷങ്ങളാണ്. അത്രയും മൂല്യമുള്ള ഒരു വസ്തുവായിട്ട്, അത്രയും തികവുള്ള ഒരു വസ്തുവായിട്ട്, അത്രയും പെർഫെക്ഷനുള്ളൊരു വസ്തുവായിട്ട്, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന, വാങ്ങാൻ വില കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യമുള്ളൊരു വസ്തുവായിട്ടത് മാറുന്നു. ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഒരു വിലയുമില്ലാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞ, ഓരങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ ദൈവം ഉപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാനായിട്ട് തയ്യാറായ അവൻ തന്നെ സ്നേഹത്താൽ നമ്മെ വീണ്ടും ചേർത്ത് വെക്കും. മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും തികവുള്ള, ഏറ്റവും സമ്പൂർണമായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും മൂല്യമുള്ള ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ BBSലൂടെ ദൈവം നമ്മെ ഏറ്റവും തികവുള്ള, വിശുദ്ധിയുള്ള, നിർമ്മലതയുള്ള, നിഷ്കളങ്കതയുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം.